ഹലോ ഫ്രണ്ട്സ്, GSTR1 റിട്ടേൺ ഫയലിൻ ഡീറ്റെയിൽ സോഫ്റ്റ്വെയറിൽ നിന്നും എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി GST ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. GSTR1 ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് GST സമ്മറി എന്ന് പറയുന്ന ഒരു സ്ക്രീൻ വിസിബിൾ ആകുന്നതാണ്. ടോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ പീരീഡ് മെൻഷൻ ചെയ്യാവുന്നതാണ്. എൻ്റർ അടിച്ച് ഷോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കറസ്പോണ്ടിങ് ഡേറ്റ് പീരീഡിലുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് ഇവിടെ ഷോ ആകുന്നതാണ്. അത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണിക്കുന്ന GST റിട്ടേൺ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിൽ ഒരുപാട് മോഡുകൾ നിങ്ങൾക്ക് എക്സ്പോർട്ടേഷൻ മോഡ് കാണിക്കുന്നുണ്ട്. CSV, എക്സൽ, JSON, എക്സൽ ഷീറ്റ്, പ്ലെയിൻ എക്സൽ ഷീറ്റ്. ഇതിലേത് മോഡിലേക്കാണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എക്സൽ ടെംപ്ലേറ്റിലേക്ക് ഞാനത് കൺവേർട്ട് ചെയ്യുകയാണ്. ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റെഡ് ഓപ്ഷൻ മാർക്കുകളെല്ലാം ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഈ റിട്ടേൺ ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഷീറ്റുകളെല്ലാം ജനറേറ്റ് ആയതിനു ശേഷം ഇത് ഡിഫോൾട്ട് സേവ് ആകുന്ന പാത്ത് നമുക്ക് സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നതാണ്. ഈ റിട്ടേൺ ഫയൽ സേവ് ആയിരിക്കുന്ന പാത്താണ് ഇവിടെ സോഫ്റ്റ്വെയർ നമുക്ക് പോപ്പപ്പ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത്. ഡിയിലെ മാർഗ് GST റിട്ടേൺ. നിങ്ങളുടെ ഡ്രൈവ് ഏതാണെന്നുണ്ടെങ്കിൽ അതേ സെയിം മാർഗ് ERPയുടെ ഉള്ളിലെ ഫോൾഡറിലെ GST റിട്ടേൺ ഫോൾഡറിനുള്ളിൽ ഇത് ഡിഫോൾട്ട് സേവ് ആവുന്നതാണ്. ഓക്കെ ബട്ടൺ കൊടുത്തതിന് ശേഷം സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ ബാക്കെൻഡിൽ ഇത് ഓപ്പൺ ആയി നിങ്ങൾക്ക് കാണുന്നതാണ്. ഇതിൽ B2B, B2CS ഓപ്ഷൻ എല്ലാം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഷോ ആകുന്നതാണ്. ഇത് ഫയൽ സേവ് ആസ് ചെയ്തിട്ടും നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇതേ സെയിം ഓപ്ഷനിൽ തന്നെ GSTR1 റിട്ടേൺസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് JSONും ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ JSON ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന റെഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം താഴെ നേരത്തെ വന്നതുപോലെ ഒരു റിട്ടേൺ ഫയൽ സേവ് ചെയ്തിരിക്കുന്ന പാത്ത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതാണ്. ഈ പാത്തിൽ ഇത് ഡിഫോൾട്ട് സേവ് ആവുന്നതാണ്. ഇത് ഓക്കെ കൊടുത്തതിന് ശേഷം ദിസ് PC ഡി മാർഗ് ERP GST റിട്ടേൺ ഫോൾഡറിനുള്ളിൽ ഒരു റിട്ടേൺ ജനറേഷൻ ഫയലും നേരത്തെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന GST റിട്ടേൺ ഫയൽസും എല്ലാം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതാണ് ഡിഫോൾട്ട് പാർട്ട്. ഇതിലേക്ക് നമുക്ക് സേവ് ആവുന്നതാണ്. ഇതേ സെയിം ഓപ്ഷനിൽ നിന്നും നമുക്ക് CSVയും പ്ലെയിൻ എക്സൽ ഷീറ്റും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് GSTR1 ജനറേഷൻ റിപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് B2Bയുടെ അവിടെ വെച്ച് എൻ്റർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഓരോന്നിലും നിങ്ങൾക്ക് എൻ്റർ അടിച്ച് നിങ്ങൾക്ക് ഷോ ചെയ്യാവുന്നതാണ്.